ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചേന ഫ്രൈ ആണ്. മീൻ പൊരിച്ചതിനേക്കാൾ രുചികരമായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ ചേന എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ചേന അതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതേപോലെ പരന്നതും കനത്തിലുമായ ഇതേ വലിപ്പത്തിലും കട്ട് ചെയ്യാം. അപ്പോൾ ചേനയൊക്കെ 3/4 ഭാഗം ഞാൻ എടുത്തതിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണം മാത്രം മാറ്റി വെച്ചു. ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ അളവിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ്, അതുകൂടി ചേർക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഒരു ഹാഫ് കുക്കാക്കി നമ്മൾക്ക് എടുക്കണം. അപ്പോൾ വാളംപുളി ചേർത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ചൊറിച്ചലുള്ള ചേനയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഇതേപോലുള്ള പാടയൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് പോയി കിട്ടും. ഈ ഒരു പരുവത്തിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി അത് സ്ട്രെയിനറിലേക്ക് മാറ്റി ചൂടാറി ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. ഇനി നമുക്കൊരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂൺ കോൺഫ്ലവറും 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. അപ്പോൾ നമ്മൾ ചേന ഫ്രൈ ആയതുകൊണ്ട് തന്നെ അത് ചേർക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഒരു 3/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും പിന്നെ 1 സ്പൂൺ അളവിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളം ചേർത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മീൻ പൊരിച്ചതുപോലെ തന്നെ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മൾ അല്പം വെള്ളം ചേർത്ത് നന്ന് ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഷ്ണം മീനൊക്കെ പൊരിക്കുന്നില്ല, അതിൻ്റെ ഒരു മസാല കൂട്ടിൻ്റെ ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അതേമാതിരി നമുക്ക് ആ മസാല കൂട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി പോർഷൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ ചേന കഷ്ണങ്ങൾ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചേന കഷ്ണങ്ങൾ ഹാഫ് കുക്ക് തന്നെ ആവണം. ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം വെള്ളം വാർത്തതിന് ശേഷം മസാലയിൽ ചേർത്തും കൊടുക്കണം. അതേപോലെ മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ഒന്നിട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു മണവും രുചിയും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകുന്ന സമയത്ത് ചേന പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ പൊരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അടിവശം ഒന്ന് ശരിക്കും ആ മസാല ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചേന വെന്തോളും. അതായത് ഉള്ളു വലിയ ജ്യൂസി ആയിട്ടല്ലല്ലോ ഇരിക്കേണ്ടത്. നമ്മൾ കഷ്ണം മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുക, പുറം നല്ല ക്രിസ്പിയും ഉള്ളൊരു അല്പം നന്നായിട്ട് കടിച്ച് കഴിക്കാൻ പറ്റുന്ന അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇതും. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് നമ്മളത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്ന ആളുകളാണ് ഇത് കൂടുതൽ ഇതേപോലെ പൊരിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ മീൻ കിട്ടാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചേന പീസൊക്കെ വെന്തത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഇനി ചേന കിട്ടുമ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കി മസാല കൂടി ഞാൻ ആ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. എന്നതിന് ശേഷം ബാക്കി പീസും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് അതും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ ചേന കിട്ടിയ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ രണ്ടാമത്തെ പോർഷൻ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരാത്ത എണ്ണ ഇതേപോലെ നമ്മൾ ഫ്രൈ പാനിലേക്ക് ഒന്ന് വറ്റിച്ച് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചു. രണ്ടാമത്തെ പോർഷൻ പൊരിച്ചെടുത്തു. അപ്പോൾ സൂപ്പറായില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി ചേന ഫ്രൈ ഇവിടെ റെഡിയായി. മീൻ പൊരിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എന്തായാലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ചേന വറുത്തതും മുരിങ്ങയില കറിയുമാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്